FFKയിൽ വന്നിട്ട് ഇപ്പം എത്ര നാളായി? എത്രാമത്തെ? 30-ാമത്തെ. അതായത് 92 ചെന്നൈയിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവലിലോട്ട് കടക്കുന്നതും എന്താണ് എന്നുള്ള ഒരു കൗതുകവും. ശേഷം മിസ്സിംഗ് ഒക്കെ ഉണ്ട്, കാരണം എല്ലാ വർഷവും നമുക്ക് എല്ലാ കാലത്തും വരാൻ പറ്റിയെന്നൊന്നുമില്ല. ഞാൻ വേൾഡ് വൈഡ് സഞ്ചരിക്കുകയായിരുന്നു. ആ കുറച്ച് വർഷങ്ങൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അന്ന് കുറേ ഭുജികൾ, കാരണം ഞാൻ പറഞ്ഞ മനസ്സിലായോ, എല്ലാവരും പിന്നെ പത്മനാഭൻ സാറ് ഇവർ അങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ കുറേ നല്ല നല്ല സിനിമകൾ. അപ്പോൾ ചോദിക്കും ഇപ്പം നല്ലതല്ലേ? അന്നത്തെ സിനിമ എന്നത്തെയും സിനിമയാണ്, ഇന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയാണ്, നാളത്തെ സിനിമയല്ല. അതാണ് വ്യത്യാസം, മനസ്സിലായോ? പണ്ടത്തെ പാട്ടുകൾ എന്നത്തെയും പാട്ടുകളാണ്, ഇന്നത്തെ പാട്ടുകൾ ഇന്നത്തെ പാട്ട് മാത്രമാണ്. ഈ വ്യത്യാസം അപ്പോഴും ഇപ്പോഴും ഉണ്ട്. ഈ IFFKനെ പറ്റിയുള്ള മാമിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? അതായത് നമ്മുടെ എല്ലാ വർഷത്തെ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള അതിഗംഭീര ക്രൗഡാണ്. 10-14,000-ഓളം ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ 9,000 ചില്ലറ പേർക്കേ കാണാനുള്ള സൗകര്യമുള്ളൂ. ബാക്കിയുള്ളവർ അവരുടേതായിട്ടുള്ള സന്തോഷം ഇങ്ങനെ പങ്കുവെച്ച് തീർക്കുന്നു. അന്നുകാലത്തെ സിനിമയും ഇപ്പോഴുള്ള സിനിമയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ? പണ്ട് കാലത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയായിരുന്നു. പല സിനിമകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ നടക്കുന്ന എന്തൊക്കെ നടക്കുന്നു അതെല്ലാം നമ്മുടെ സിനിമയാണ്. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നടത്താം, ഒരു ക്രൈം എങ്ങനെ നടത്താം, ഒരു 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 കൊലപാതകം എങ്ങനെ നടത്താം, ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കാം, അവൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ തകർക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ സിനിമ. അന്നത്തെ സിനിമ അതല്ല. നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നമ്മുടെ പ്ലസൻ്റ്, നമ്മുടെ എല്ലാം കൂടെ കലർന്നതായിരുന്നു അന്നത്തെ സിനിമ. ഇതാണ് രണ്ട് വ്യത്യാസങ്ങൾ. മാം ചെയ്തിട്ടുള്ള സീരിയൽ അല്ലെങ്കിൽ സിനിമകളിൽ വെച്ചിട്ട് ഇന്നത്തെ സിനിമയെ വെച്ചൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പഴയ കാലത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രൻ ഭരതൻ മുതൽ താഴ്വാരം, മാലയോഗം, അങ്ങനെയുള്ള പഴയ കാല സിനിമകൾ മുതൽ ഒരുവിധപ്പെട്ട എല്ലാ ഇവിടെയുള്ള തലതൊട്ടപ്പന്മാർ എല്ലാ സിനിമകളിലും എല്ലാവരും കൂടി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അന്നുള്ള സിനിമകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുണ്ട്. ആ കഥയോടനുബന്ധിച്ച് നല്ല പാട്ടുകളുണ്ടാവും. അതിനാപ്റ്റാകുന്ന ആർട്ടിസ്റ്റുകളെ മാത്രമേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. അതൊരു മുഖ്യ ഘടകമാണ്. ഒരു കഥാപാത്രം ഇന്നാൾ ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ട്. ഇന്നങ്ങനെയല്ല, ഏത് കഥാപാത്രവും ആർക്കും ചെയ്യാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഒരു പടത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട്. 85 വയസ്സുള്ളതാണ്. പക്ഷെ ആ കുട്ടി പെണ്ണെടുത്തിട്ട് ആദ്യം എഴുതി വെച്ചത് എൻ്റെ പേരാണ്. അത് അവൻ എന്നോട് കഥ പറയാൻ വരുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഞാൻ? അപ്പോൾ അവൻ പറഞ്ഞത് ചേച്ചിയുടെ മാനറിസങ്ങൾ, ചേച്ചി സംസാരിക്കുന്ന രീതി. ഇത് ഞാനെന്ന് പറയുന്ന ആ സിനിമയിൽ, താടി എന്നാണ് സിനിമയുടെ പേര്, ആ താടി എന്ന സിനിമയിൽ ഒരു കുടുംബനാഥയും ഭർത്താവും 40ഓളം മക്കളാണ്, പേരക്കിടാങ്ങളടക്കം. അതായത് 10 മക്കളെ അമ്മയാണ് ഞാൻ. അവരെ ഭർത്താക്കന്മാർ, പേരക്കിടാങ്ങൾ, അതിൻ്റെയും മക്കൾ. ഈ കുടുംബത്തെ ഒരു ചൂണ്ടുവിരലിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. അത് എനിക്ക് വേറെ ആരെയും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് T.T.USHA തന്നെയാണെന്ന് പറഞ്ഞു. സോ മാമിൻ്റെ ഫിലിം ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടർ അല്ലെങ്കിൽ മാം കൂടെ അഭിനയിച്ച മാമിൻ്റെ ഒരു സഹപാഠി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുകയാണ് മിസ്? അങ്ങനെ ഒരു ഫേവറേഷനൊന്നും എൻ്റെ ജീവിതത്തിൽ ആരോടുമില്ല, ഉള്ളത് തുറന്നു പറയാം. ചിലവർ അവരുടെ ലക്കാണ് അവർ സ്റ്റാറുകളാകുന്നത്. എന്നാൽ ഒരു സിനിമ തീരണമെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും വേണം, ഇല്ലെങ്കിൽ ആ സിനിമ ഫുൾഫില്ലാവില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നായകനും നായികയും മാത്രമല്ല, അതിലേക്കൂടെ പാസിംഗ് ഷോട്ടിൽ പോകുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ ഒരു സ്ക്രിപ്റ്റ് ഫുള്ളാവുള്ളൂ. എനിക്ക് ആ ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. കാരണം ഞാനൊരു ഡയറക്ടറും കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ചിന്ത വരുന്നത്. മനസ്സിലായോ? കാരണം അല്ലാതെ ഞാൻ ഒരാളെ മാത്രം ഞാൻ ഒരിക്കലും ഫോക്കസ് ചെയ്യാറില്ല. എന്നാൽ ഞാനൊരു അമ്മ പോലത്തെ അസോസിയേഷനിൽ കയറി ചെല്ലുമ്പോൾ ഞാൻ ആരെടുത്ത് പോയി നിന്നാലും, മമ്മൂക്കയാണെങ്കിലും എന്നോട് വർത്താനം പറയും, പിന്നെ ലാലേട്ടനാണെങ്കിലും, അവരാണ് അന്നത്തെയും കുറച്ചധികം. ബാക്കിയുള്ളവരൊക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. ഇന്ന് ടോപ്പായി നിൽക്കുന്ന 2 പേരും എൻ്റെ അടുത്ത് ഇന്ന് വരെ മുഖം തിരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ.
ഇന്നലെ തന്നെ ഇവിടെ കുഞ്ചാക്കോ വന്നു, എല്ലാവരും ഭയങ്കര, ഞാൻ അപ്പോഴാണ് അവിടുന്ന് താഴേന്ന് വരിക. അദ്ദേഹം ആ കാറിൻ്റെ ടോപ്പ് തുറന്ന് പുറത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് കൈയൊക്കെ കാണിച്ചു. ഞാൻ ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ, ചാക്കോച്ചിന്ന് വിളിച്ച ഉടനെ അപ്പം തന്നെ ആ ഒരു കൈ എനിക്ക് ഷെയ്ക്കൻ തന്നു. ആ സന്തോഷം ചിരിച്ചിരിച്ചു. അദ്ദേഹം താഴോട്ടിരുന്നു, വണ്ടി വിട്ടു പോവുകയും ചെയ്തു. അങ്ങേർക്ക് എന്നെ മൈൻഡ് ചെയ്യാതെ പോകാലോ. പക്ഷെ എന്തുകൊണ്ടാണത്? നമ്മൾ എങ്ങനെയാണ് ആ മനുഷ്യനോട് പെരുമാറിയത്, ആ പെരുമാറ്റം പബ്ലിക്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യം, അതുപോലെ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സന്തോഷം, നിറയെ പടങ്ങൾ ചെയ്തു, മനസ്സിലായോ? 300 പടം ചെയ്യുക പറയുന്നത് തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, ഇതിലൊക്കെ ഒരു 300 പടം ചെയ്യുക, ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളുമായിട്ട് അഭിനയിക്കുക, ഏറ്റവും വലിയ ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുക, ഏറ്റവും വലിയ അതൊക്കെ എൻ്റെ ഭാഗ്യം, സന്തോഷം. കാരണം ഞാൻ ആരുമല്ല. സങ്കടങ്ങളുണ്ടായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പോലും ഞാൻ എഴുതി അതിൻ്റെ പണ്ടൊക്കെ കോപ്പി എടുക്കലില്ല. എൻ്റെ കൈകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് നല്ലതായത് കാരണം 12 കോപ്പി വരെ ഞാൻ എടുത്ത് ഇന്ന ക്യാരക്ടർ എനിക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ ആ ക്യാരക്ടറിനെ എത്രമാത്രം ഉൾക്കൊണ്ട് ആ സിനിമ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ ക്യാരക്ടർ വേറൊരാൾ നിന്ന് അഭിനയിക്കുന്ന കാണുമ്പോൾ എന്തായിരിക്കും, അതും അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരോടൊന്നും ദേഷ്യമില്ല. ആ പ്രൊഡ്യൂസറിൻ്റെ പൈസ തീർന്ന് അവർ തിരിച്ചു വരാൻ വേണ്ടി, അതായത് പാക്കപ്പ് പറയുമ്പോഴാണ് എൻ്റെ അടുത്ത് അതിൻ്റെ ഡയറക്ടർ പറയുന്നത് സഹായിക്കണം. എന്നെ ചതിച്ചവർക്ക് പോലും ഞാൻ 50,000 രൂപ, അന്ന് 50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പടം 50,000 രൂപ കൊടുത്തിട്ട് വന്നാളാണ്. ഇന്ന് വരെ എനിക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. അദ്ദേഹമൊക്കെ മരിച്ച് മണ്ണടഞ്ഞു പോകും. പക്ഷെ എന്നാലും നമുക്ക് വേദന തന്നെ. പിന്നെ മാം ഇപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാറ്? സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. സത്യം, ഞാൻ അവിടെ എത്തും, അവർ ഡയലോഗ് പറഞ്ഞു തരും. ഒറ്റ ചോദ്യം ചോദിക്കും, സാർ ഇത് സന്തോഷമാണോ സങ്കടമാണോ? ചിലപ്പം ഓട്ടെ അതുണ്ട്, പോട്ടെ അതുണ്ട്, അയ്യേ പോട്ടെ എന്ന് പറഞ്ഞില്ലേ, ഇതിലേത് വേണമെന്ന് മാത്രമേ ചോദിക്കൂ. അവിടെ വെച്ച് ഞാൻ തീരുമാനം എടുക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതാണ് സിനിമയായിരിക്കണം. അല്ലാതെ നമ്മളിത് കാലയെ കൂട്ടി തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചതായിരിക്കില്ല ചിലപ്പോൾ ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആകെ കൺഫ്യൂഷനാവും. നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതായിരിക്കത്തില്ല നമുക്കവിടെ. അപ്പം അത് വലിയ വില്ലങ്കങ്ങൾ വരും. പണ്ടത്തെ കാലത്ത് ഇപ്പം ഒരിടയ്ക്ക് ഡയറക്ടറിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ ചില സിനിമകൾ കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിനോടുള്ള അഭിപ്രായം എന്താ? ഒരു സിനിമയിലെ ഡയറക്ടറിനാണോ അതോ കഥയ്ക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരു സിനിമയാവുള്ളൂ. കെട്ടുറപ്പുള്ള കഥയും കെട്ടുറപ്പുള്ള സ്ക്രിപ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. കഥ മാത്രം പോരാ, കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ആ സ്ക്രിപ്റ്റിന് കഴിയണം. ആ സ്ക്രിപ്റ്റിനെ ഫലിപ്പിക്കാൻ ഈ സംവിധായകന് കഴിയണം. എവിടെയെങ്കിലും ഒന്ന് പോയാൽ ആ സിനിമ കംപ്ലീറ്റ് പോകും.